മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി, മലയൻ്റെ മാടത്ത പാട്ടുപാടി. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി, മലയൻ്റെ മാടത്ത പാട്ടുപാടി. മരമെല്ലാം പൂത്തപ്പോൾ കുളികാറ്റ് വന്നപ്പോൾ മലയൻ്റെ മാടവും പൂക്കൾ ചൂടി, മലയൻ്റെ മാടവും പൂക്കൾ ചൂടി. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി, ഹൈ മലയൻ്റെ മാടത്ത പാട്ടുപാടി. മലയിൽ വിരിപ്പൂ വിതയ്ക്കേണ്ട കാലമായി വളരെ പാണിപ്പാട് വന്നുകൂടി, വളരെ പാണിപ്പാട് വന്നുകൂടി. ഉരുകുവാൻ രാവിലെ പോകും മലയനും പിണകിയും പോലെ പോളന്തിയാവും, മഴകിയും പോരുമ്പോൾ അന്തിയാകും. മലയിൽ വിരിപ്പൂ വിതയ്ക്കേണ്ട കാലമായി വളരെ പാണിപ്പാട് വന്നുകൂടും, വളരെ പാണിപ്പാട് വന്നുകൂടി. ഉരുകുവാൻ രാവിലെ പോകും മലയനും മഴകിയും പോരുന്തിയാകും, മഴകിയും പോരുമ്പോൾ അന്തിയാകും. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയൻ്റെ മാടത്ത പാട്ടുപാടി, മലയൻ്റെ മാടത്ത പാട്ടുപാടി, ഹൈ മലയൻ്റെ മാടത്ത പാട്ടുപാടി. ഓ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഈ വർഷം 100 മേനി വിളവാണ് നമുക്ക്. പാടത്തും പറമ്പിലും വിളവിൽ ഒരു ക്ഷാമവുമില്ല. പക്ഷേ 3 മക്കളെ വളർത്തി വലുതാക്കി വലിയ വലിയ നിലകളിൽ എത്തിച്ചപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ അവിടെ നമുക്ക് പിഴവ് പറ്റുമോ? പിഴവ് പറ്റിയിട്ടില്ല ശങ്കരേട്ട. അവിടെയും വിളവ് 100 മേനി തന്നെയാണ്. രക്ഷിതാക്കളുടെ അർപ്പണബോധവും ഉത്തരവാദിത്തങ്ങളും ആത്മാർത്ഥമായി നിർവഹിക്കുന്നതാണ് നമ്മൾ. പിന്നീട് അവർ ചെയ്യേണ്ടത് അവർ ചെയ്തില്ല എങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തിലാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്. അത് അവരുടെ പിഴവാണ്, നമ്മുടെ പിഴവല്ലല്ലോ ശങ്കരേട്ട. സത്യത്തിൽ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുന്നത് നീ കരുതിയിട്ടുണ്ടോ? സ്വപ്നത്തിൽ പോലും എനിക്ക് അങ്ങനെ ചിന്തിക്കാനാകുന്നില്ല. പക്ഷെ സംഭവിച്ചതോ നമ്മളിൽ ഒരാൾ നടത്തപ്പെട്ട ശേഷിക്കുന്ന ആളുടെ അവസ്ഥ എന്താകും ചിന്തിക്കാനേ സാധിക്കുന്നില്ല. നീ ആലോചിച്ചിട്ടുണ്ടോ? ശങ്കരേട്ടൻ ബുദ്ധിമുട്ടായിരുന്നു. അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. ഞാൻ ഏതൊരു പരിതസ്ഥിതിയെയും അതിജീവിച്ച് മുന്നോട്ട് സഞ്ചരിച്ചു പോകും. പക്ഷേ ശങ്കരേട്ടന് അതാവില്ല. അത് മാത്രമാണ് എന്റെ വിഷമം. നിനക്ക് അങ്ങനെ ഒരു ആശ്രയം ഉണ്ടാവുന്നത് എനിക്ക് സന്തോഷമുണ്ട്. എങ്കിലും ഞാനില്ലാതെ നീ
മറ്റാർക്കും മനസ്സിലാക്കിയിടുവാനാവില്ല ഇടറുന്ന കണ്ടത്തിൻ ഭാഷ. ഉരുകുന്ന കരളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുള്ളികൾ പറയുന്ന ഭാഷ. പിരിയുവാനാകില്ല എങ്കിലും കഴിയില്ല നിന്നെ തടഞ്ഞെൻ്റെ അരികിൽ നിർത്താൻ. നിന്നെ തടഞ്ഞെൻ്റെ അരികിൽ നിർത്താൻ. വാത്സല്യമൊരു തുള്ളി അന്ത്യോദകമായി ചൊരിയട്ടെ ഞാൻ. അന്ത്യോദകമായി ചൊരിയട്ടെ ഞാൻ. ചൊരിയട്ടെ ഞാൻ. ചൊരിയട്ടെ ഞാൻ. നാടകത്തിൻ്റെ അടുത്ത ഭാഗത്തിനു മുൻപായി ഈ നാടകത്തിലെ കഥാപാത്രങ്ങളെയും അണിയറ പ്രവർത്തകരെയും പരിചയപ്പെടുത്താം. നാടകരചന സംവിധാനം മുരളി അഡാട്ട്. മുരളി അഡാട്ട് അഡാട്ടിൻ്റെ അഭിമാനമാണ്. ഫോക്ലോർ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ മുരളി അഡാട്ട് തന്നെയാണ് ഈ നാടകത്തിലേക്കുള്ള ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. പശ്ചാത്തല സംഗീത നിർവഹണവും നിയന്ത്രണവും നിഖിൽ ദാസ് പുറനാട്ടുകര. സാങ്കേതിക സഹായം നിഖിൽ ദാസ് പുറനാട്ടുകര. പരസ്യകലാ രംഗസജ്ജീകരണം മോഹൻദാസ് ശാർക്കര. നാടകത്തിലേക്കുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ബാലാമണി മോഹൻദാസ് കുട്ടൻ നായരായും സൗദാമിനി ടീച്ചറായും അഭിനയിച്ചിരിക്കുന്നു. തേധി, കന്യാസ്ത്രീ എന്നീ വേഷങ്ങളിൽ ഉഷ മുകുന്ദൻ. ലക്ഷ്മിക്കുട്ടിയായി ധന്യ ശ്രീനിവാസൻ. വിഘ്നേശ്വരി വിജയ് സീതാലക്ഷ്മിയായി രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഭാഗ്യലക്ഷ്മിയായി ശ്രീദേവി പ്രസാദ്. പഞ്ചായത്ത് പ്രസിഡന്റ് അരുന്ധതി എന്നീ വേഷങ്ങളിൽ ഉഷ ഗോപിനാഥ്. ലിഡിയ, വാർഡ് മെമ്പർ കൃഷ്ണപ്രിയ, നാട്ടുകാരി എന്നീ 3 വേഷങ്ങളിൽ ശ്രീമതി സുജ ശശികുമാർ. സുന്ദർദാസ്, ശങ്കരനാരായണൻ എന്നീ വേഷങ്ങളിൽ തിളങ്ങിയാടിയത് രേണുക ശങ്കർ. വേണുക്കുട്ടനായി ബീന ഹരിദാസ്. കനകം, പത്മം എന്നീ റോളുകളിൽ സൗമ്യ അനിൽകുമാർ. രത്തിനം, കന്യാസ്ത്രീ എന്നീ വേഷങ്ങളുമായി ചിത്ര അജിത് കുമാർ. അഡാട്ട് മഹിളാ സമാജം പ്രവർത്തകർക്ക് ക്ലാസ് എടുക്കാൻ എത്തിയത് സുനിത സുകുമാരൻ എന്ന ഞാൻ. പാടിയവർ ശ്രീമതിമാർ ബാലാമണി മോഹൻദാസ്, വിഘ്നേശ്വരി വിജയ്, സൗമ്യ അനിൽകുമാർ, ശ്രീദേവി പ്രസാദ്, കുമാരി അപർണ അനിൽകുമാർ ആൻഡ് ശ്രീ മുരളി അഡാട്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് ധനേഷ് അഡാട്ട്. ശബ്ദ നിയന്ത്രണം ധനേഷ്. നാടകത്തിന്റെ ആദ്യ പകുതിക്ക് സഹൃദരായ നിങ്ങൾ നൽകിയ പ്രോത്സാഹനവും സഹകരണവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നാടകം തുടരുന്നു. പ്രളയ സിന്ധു പ്രളയ സിന്ധു എവിടെയാണെൻ കളിവഞ്ചി, എവിടെയാണെൻ കളിവഞ്ചി. പ്രാണനാകും കിനാവിരിക്കും പ്രിയതരമാകും കളിവഞ്ചി, കളിവഞ്ചി, കളിവഞ്ചി. അരികെ നിന്നവരെവിടെ, ആത്മമിത്രങ്ങളെവിടെ? നീർപോള
നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾക്ക് രമേശൊക്കെ പഠിച്ചു. എനിക്ക് ഇന്ന് തന്നെ ലീവില്ലാതെ 1-ാം തീയതി ജോയിൻ ചെയ്യും. അതെ, അച്ഛന്റെ ഇന്നൊരു ആവശ്യമായത് കൊണ്ട് മാത്രമാണ് വരാൻ സാധിച്ചത് തന്നെ. എമർജൻസി അതെ അമ്മേ, എനിക്കാണെങ്കിൽ വരാൻ കഴിയാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതിയതല്ല. പക്ഷെ എന്റെ അച്ഛനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ UK-യിൽ ഇത്ര കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്കും തന്നെ പോകാൻ. എന്താണ് അമ്മയുടെ തീരുമാനം? ഞങ്ങളുടെ കൂടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു 4 മാസം അമ്മ എന്റെ കൂടെ മുംബൈയിൽ നിന്ന് നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ 3-4 മാസം അമ്മ എന്റെ കൂടെ കാനഡയിൽ വന്ന് നിൽക്കട്ടെ. ഒരു 3-4 മാസം എന്റെ കൂടെ UK-യിൽ അമ്മയ്ക്ക് സുഖമായിട്ട് താമസിക്കാം. ലക്ഷ്മി, ആദ്യത്തെ 4 മാസം നിന്റെ കൂടെ മുംബൈയിൽ നിൽക്കട്ടെ. സീത, പിന്നത്തെ 4 മാസം നിന്റെ കൂടെ നിൽക്കട്ടെ. അടുത്ത 4 മാസം എന്റെ കൂടെ അമ്മയ്ക്ക് UK-യിൽ സുഖമായിട്ട് താമസിക്കാം. Then problem solved. അതെ, അമ്മയുടെ തീരുമാനം എന്താണ്? സ്നേഹസമ്പന്നരായ എന്റെ പൊന്നുമക്കളുടെ സ്നേഹനിർഭരമായ തീരുമാനങ്ങൾ സ്വാഗതാർഹമാണ്. പക്ഷേ ഒരാശങ്കയുള്ളത്, സുഖമില്ലാതെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു കാലത്ത് നിങ്ങളുടെ 3 പേരുടെയും അടുത്തെത്താൻ എനിക്ക് കഴിയാതെ കവിഞ്ഞ വാത്സല്യത്തോടെ അമ്മയോടുള്ള നിങ്ങളുടെ ആ മനോവ്യഥ ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ തൽക്കാലം ഞാൻ എവിടേക്കും കഴിഞ്ഞില്ല. നിങ്ങളുടെ അച്ഛന്റെ, എന്റെ ശങ്കരേട്ടന്റെ മരിക്കാത്ത ഓർമ്മകൾ അങ്കി ഉറങ്ങുന്ന ഇവിടം വിട്ട് ഞാൻ എങ്ങോട്ടും. നിങ്ങൾക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിറക് വീട്ടുകാരൻ ദിനേശാമിയുടെ മകൻ കനകം അവളെവിടെ വന്നു നിൽക്കും. അമ്മ പോയില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. പോകുന്നിടത്ത് നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലേ? അവർ തമിഴ്നാട്ടുകാരായതുകൊണ്ട് ആ കുട്ടിക്ക് മലയാളം അറിയാൻ വഴിയില്ല. ഒന്നുകിൽ അമ്മയെ നോക്കി ആ കുട്ടി മലയാളം പഠിക്കും. അന്നെങ്കിലും അമ്മ പഠിച്ചാലും മതി. നോ പ്രോബ്ലം. എന്താണ് അപ്പൊ ഓക്കെ, ഞങ്ങൾ പോവുകയാണ്. വേറൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾക്കിങ്ങനെ അടിക്കടി വന്നു പോകാൻ സാധിക്കാത്തത് കൊണ്ട് പാർട്ടീഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. അമ്മേ, പ്രപ്പോസൽ എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു. അത് പ്രകാരം പാർട്ടീഷൻ നടത്തിയത് പിന്നെ അമ്മയ്ക്ക് ടെൻഷൻ ഇല്ലല്ലോ, അല്ലേ അമ്മേ? മാത്രമല്ല അമ്മയ്ക്ക് ഇങ്ങനെ പ്രായം കൂടിക്കൂടി വരികയാണല്ലോ. പോരാത്തതിനൊരു 100 കൂട്ട അസുഖങ്ങൾ. ബാധ്യതകൾ ഒന്നൊന്നായി തീർത്തു വെച്ചാൽ പിന്നെ അമ്മയ്ക്കൊരു സമാധാനാവും. അത് എത്രയും നേരത്തെ ആയാൽ നമ്മൾക്കൊരു സമാധാനാവും. ഇല്ലേ? എന്താണ് അമ്മയുടെ തീരുമാനം? കഴിഞ്ഞോ എല്ലാവരുടെയും തീരുമാനങ്ങൾ? എന്നാൽ ഞാൻ എന്റെ തീരുമാനം അറിയിക്കുന്നു. തൽക്കാലം പാർട്ടീഷൻ ഇപ്പോൾ നടത്തുന്നില്ല. രാവും പകലും ചേറിലും ചെളിയിലും ചെമ്മണ്ണിലും അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ ശങ്കരേട്ടൻ ഇത്രയും സ്വത്ത് വകകൾ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ ശങ്കരേട്ടന്റെ ശിത കെട്ടടങ്ങും മുമ്പ് നിങ്ങൾക്ക് പാർട്ടീഷൻ വേണമല്ലേ? നിങ്ങൾ മക്കളാണോ? നിങ്ങൾ മനുഷ്യരാണോ? അല്ല, മൃഗങ്ങൾ.
നിങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയും എത്തിച്ച മഹതികളാക്കിയ ഞങ്ങൾ മാതാപിതാക്കൾ വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ. ഈ ജന്മം എനിക്ക് മതിയായി ശങ്കരേ. ഈ ജീവിതം എനിക്ക് அக்கா அக்கா அம்மா, நான் தான் கனகா, பெரியசாமியுடைய மூத்த மகள். இங்க இருந்து போன் வழி வந்த உடனே நான் கிளம்பிட்டேன். டீச்சர் அம்மாவை ஒரு பெத்த அம்மாவை போல பாத்துக்கிறதுல எனக்கு சந்தோஷம். அப்புறம் நீங்க யாரும் டீச்சர் அம்மாவை நினைச்சு பயப்பட வேண்டாம். டீச்சர் அம்மாவை ஒரு அம்மாவை போல நான் பத்திரமா பார்க்கிறேன். அப்புறம் நாங்க கஷ்டப்படுற குடும்பம்ன்றனால பாக்கி காரியங்கள் எல்லாம் எங்க அப்பா பெரியசாமி கிட்ட சொல்லிடுங்க. അപ്പൊ അമ്മേ ഞങ്ങൾ അങ്ങിറങ്ങി. വേറൊരു കാര്യം, അമ്മയുടെ ആ ട്രോഫികളിൽ ഒരെണ്ണം ഞാൻ അങ്ങ് എടുത്തോട്ടെ. എന്റെ അവയ്ക്ക് കളിക്കാനായി അവളെ എപ്പോഴും ഇവിടെ വരുമ്പോ ആ ട്രോഫി വെച്ച കളിക്കാറ്. എപ്പോഴും ഞാനത് പറയാൻ മറന്നു പോകും. അത് ഞാൻ എടുക്കുന്നേ. ആ അത് പറഞ്ഞപ്പോഴാ അമ്മേ, അമ്മയുടെ ആ മറ്റേ ട്രോഫി ഇല്ലേ, എന്റെ അന്നക്കുട്ടിക്ക് കളിക്കാൻ ഞാനങ്ങ് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ വയസ്സാം കാലത്ത് അമ്മയ്ക്ക് എന്തിനായി ട്രോഫി? അതെ അമ്മേ, അച്ഛനെ കർഷകശ്രീ പുരസ്കാരം കിട്ടിയ ആ ട്രോഫി ഇല്ലേ, അത് ഞാൻ എന്റെ മോളൂട്ടിക്ക് അങ്ങ് എടുക്കുകയാണേ. എടുത്തോട്ടെ അമ്മേ. വിദ്യാഭ്യാസ മേഖലയിലെ വിശിഷ്ട സേവനത്തിൽ ശ്രീമതി തെക്കിനിയടത്ത് സൗദാമിനി ടീച്ചർക്ക് സംസ്ഥാന സർക്കാർ മാതൃകാ അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നൽകി ആദരിക്കുന്നു. കേരളത്തിലെ മാതൃകാ അധ്യാപികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ശ്രീമതി സൗദാമിനി ടീച്ചർക്ക് നൽകി ഇന്ത്യ ഗവൺമെന്റ് ആദരിക്കുന്നു. കേരളത്തിലെ മികച്ച കർഷകനുള്ള കർഷകശ്രീ പുരസ്കാരം ശ്രീ തെക്കിനിയേടത്ത് ശങ്കരൻ നായർക്ക് കേരള സർക്കാർ കർഷക ദിനത്തിൽ സമ്മാനിച്ചതായി അറിയിക്കുന്നു. മറ്റാർക്കും മനസ്സിലാക്കിയിടുവാനാവില്ല ഇടറുന്ന കണ്ടത്തിൻ ഭാഷ. ഉരുകുന്ന കരലിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുള്ളികൾ പറയുന്ന ഭാഷ. പിരിയുവാനാകില്ല എങ്കിലും കഴിയില്ല നിന്നെ തടഞ്ഞെൻ്റെ അരികിൽ നിർത്താൻ. നിന്നെ തടഞ്ഞെൻ്റെ അരികിൽ നിർത്താൻ. വാത്സല്യമൊരു തുള്ളി അന്ത്യോദകമായി ചൊരിയട്ടെ ഞാൻ. അന്ത്യോദകമായി ചൊരിയട്ടെ ഞാൻ. ചൊരിയട്ടെ ഞാൻ. ചൊരിയട്ടെ ഞാൻ. അതുകൊണ്ട് രാവും പകലും ചോര നീരാക്കി ചേറിലും ചെളിയിലും ചെമ്മണ്ണിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എന്റെ ശങ്കരേട്ടൻ ഉണ്ടാക്കിയ ഞങ്ങളുടെ സ്വത്ത്
ഇവർ തന്നെ എന്നെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ആ പെൺകൊച്ചില്ലേ, കനകം, പെരിയച്ചാമിയുടെ മകൾ, ഞാൻ എഴുതി വെച്ചു. ഇവർ പറഞ്ഞതുപോലെ ഞാൻ കിടപ്പിലായ സമയം കൈ തിരുമിയതും കാൽ തിരുമിയതും നേരത്തിന് ഭക്ഷണം വായിൽ തന്നതും എല്ലാം ആ പെൺകൊച്ച. അതുകൊണ്ട് ഞാൻ അവൾക്ക് എഴുതി വെച്ചു. പിന്നെ കുറച്ച് സ്വത്തുവകകൾ അടാട്ട് കോൺവെന്റിലെ വൃദ്ധമന്ദിരത്തിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്നെ പോലെ മക്കൾ ഉണ്ടായിട്ടും മക്കൾ സംരക്ഷിക്കാത്ത ഒരുപാട് വയസ്സായ മനുഷ്യരുണ്ട്. അവർക്കായി എഴുതി വെച്ചു. അരുന്ധതി, എനിക്കൊരു സഹായം ചെയ്തു തരാം. മക്കൾ ഉണ്ടായിട്ടും മക്കൾ സംരക്ഷിക്കാതെ അടാട്ട് മന്ദിരത്തിൽ കഴിയുന്ന കോൺവെന്റ്, അവിടെ കഴിയുന്ന അവരുടെ കൂട്ടത്തിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചു തരാമോ? അരുന്ധതി, മക്കളെ താലോലി ചോമനിച്ച് വളർത്തി വലുതാക്കി അവരൊരു നിലയിലെത്തുമ്പോൾ അവരെ അവരാക്കിയ മാതാപിതാക്കളെ കറിവേപ്പിലയാക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ആധുനിക സംസ്കാരത്തിന് തെക്കിനിയേടത്ത് സൗദാമിനി ടീച്ചറുടെ വക ഒരു മുന്നറിയിപ്പ്. മറ്റാർക്കും മനസ്സിലാക്കിയിടുവാനാവില്ല ഇടറുന്ന കണ്ടത്തിൻ ഭാഷ. ഉരുകുന്ന കരളിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ തുള്ളികൾ പറയുന്ന ഭാഷ. പിരിയുവാനാകില്ല എങ്കിലും കഴിയില്ല നിന്നെ തടഞ്ഞെന്റെ അരികിൽ നിർത്താൻ. നിന്നെ തടഞ്ഞെന്റെ അരികിൽ നിർത്താൻ. വാത്സല്യമൊരു തുള്ളി അന്ത്യോദകമായി ചൊരിയട്ടെ ഞാൻ. അന്ത്യോദകമായി ചൊരിയട്ടെ ഞാൻ. ചൊരിയട്ടെ ഞാൻ. ചൊരിയട്ടെ ഞാൻ. ഭൂമിയാമമ്മയെ കാത്തിടാനെന്നെന്നും ആശയം പൂവിടേണം. പുതുവിത്തുകൾ പാകിടേണം. ഭൂമിയാമമ്മയെ കാത്തിടാനെന്നെന്നും ആശയം പൂവിടേണം. പുതുവിത്തുകൾ പാകിടേണം. പല അപാകതകളുണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇത്രയും നേരം ആസ്വദിച്ചിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഗുരുനാഥൻ ശ്രീ മുരളി അടാട്ട്, അദ്ദേഹം എടുത്തിട്ടുള്ള ബുദ്ധിമുട്ട് കുറച്ചൊന്നുമല്ല. അപ്പോൾ അദ്ദേഹത്തിന് സമാജം പ്രസിഡന്റ് എന്ന നിലയ്ക്കും എൻ്റെ ഈ നാടകത്തിൻ്റെ എല്ലാവരുടെയും ഒരു പ്രതിനിധി എന്ന നിലയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ അമ്പലങ്കാവ് ദേവസ്വത്തിനോട് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിനും പിന്നെ ലൈറ്റ് സൗണ്ട് എല്ലാം തന്ന എല്ലാവരോടും ഇത്രയും സമയം കേട്ടിരുന്ന കണ്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. മാഷോട് പ്രത്യേകിച്ച് ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഈ നാടകം നിങ്ങളെല്ലാവരും കണ്ടു. ഇതിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ആ സന്ദേശം നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. എന്തായാലും ഞാൻ എല്ലാ അർത്ഥത്തിലും ഭാഗ്യവാനാണ്. ഒന്ന്,
അടാട്ടിൻ്റെ സർവസ്വമായിട്ടുള്ള ശ്രീ നിഖിൽ ദാസ് പുറനാട്ടുകര എന്ന പ്രശസ്ത നാടക പ്രവർത്തകൻ. എന്നുവെച്ചാൽ അടാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നാടകക്കാരനല്ല നിഖിൽ ദാസ്. ഇന്ന് ഞാനും നിഖിൽ ദാസുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല. എന്നാൽ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ളൊരു നാടക പ്രവർത്തകൻ്റെ, സംവിധായകൻ്റെ, സ്ക്രിപ്റ്റ് റൈറ്ററുടെ, ഡയറക്ടറുടെ, അഭിനേതാവിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പുരസ്കാരങ്ങൾ നാളിതുവരെ വാങ്ങിയതിൽ നിന്നും തികച്ചും വ്യത്യസ്തതയാർന്ന പുരസ്കാരമായി ഞാൻ ഈ ഉപഹാരത്തെ കാണുന്നു. രണ്ടാമത്, ഇപ്പോൾ ഈ നാടകം അക്ഷരാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് ഒരു സംവിധായകൻ, രചയിതാവ് എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം നിങ്ങളത് മനസ്സിലാക്കുക, ഒരു പ്രൊഫഷണൽ നാടകം മുഴുവനായും കാണാത്ത 12 ഇവിടുത്തെ കരുണീമണികളെ അടാട്ടിലെ അവരെ ഒരു പ്രമേയം, ശക്തമായൊരു പ്രമേയം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് നിങ്ങൾ കരഘോഷം മുഴക്കുമ്പോൾ, അത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർ കഴിവുറ്റവരാണ് എന്ന് അടാട്ടിനെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ സംഭവമാണ്. ചരിത്രത്തിൻ്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ കുറിച്ചിടപ്പെടേണ്ട ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് ഏതാനും മിനിറ്റുകൾ മുമ്പ് നിങ്ങൾ സാക്ഷ്യം വഹിച്ചത്. കാരണം ഇത് അടാട്ട് മഹിളാ സമാജത്തിലെ എൻ്റെ സുന്ദരിമാരായ നാടക അഭിനേത്രിമാർക്ക് മാത്രം സ്വന്തം. നന്ദി, നമസ്കാരം. ഇത്രയും മികച്ചൊരു പുരസ്കാരം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിന് വളരെ 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 നന്ദി. പിന്നെ നിഖിലിൻ്റെ കൂടെ തന്നെ നിജിലും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നിജിലിനും നന്ദി പറഞ്ഞു കൊള്ളുന്നു, മറന്നു പോയതിൽ ക്ഷമിക്കണം. പിന്നെ മേക്കപ്പിന് മിസ്റ്റർ മോഹൻദാസ് ആയിരുന്നു സഹായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനും നന്ദി പറയുന്നു. പിന്നെ ഇതെല്ലാം ഡിസൈൻ ചെയ്തെടുത്തതും അദ്ദേഹമാണ്. അപ്പം വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.